നമ്മുടെ കാന്താര, അതുപോലെ അജയൻ്റെ രണ്ടാം മോഷണം, ഇതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഇന്ന് ഞാൻ കണ്ടു. അതും മലയാളത്തിൽ. വെറും 20 മിനിറ്റ് മാത്രമുള്ള ഇതിൻ്റെ പേരാണ് ഇരുളൻ എന്നുള്ളത്. ഇതിൻ്റെ ഡയറക്ടർ ഹി ഹാസ് ഡൺ ആൻ അമേസിങ് ജോബ്. അതായത് ഇതൊരു ഫോക്ലോർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ കഥയൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഫീലായിരുന്നു ഈ ഷോർട്ട് ഫിലിം കണ്ട സമയത്ത്. ഇത് ഫുൾ നൈറ്റ് ഷോട്ട്സ് ആണ്. ഒരു കാടിനകത്താണ് കഥ നടക്കുന്നത്. ഒരു ഫോക്ലോർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിലെ സൗണ്ട് ഡിസൈന്, കളറിങ്, മിക്സിങ് എല്ലാം ടോപ്പ് നോച്ചാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റും. ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഇരുളൻ എന്നടിച്ചാൽ മതി. ഇത് കണ്ട സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഡയറക്ടർക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ആദ്യം ചോദിച്ച കാര്യം പുള്ളിയോട് എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ പടം വരുന്നതാണ്. കാരണം ഒരു പടത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഫോക്ലോർ സബ്ജക്റ്റ് ആയത് കാരണം നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അല്ലെങ്കിൽ എടുത്തു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ കുറേ ഡാർക്ക്, കുറേ പന്തങ്ങൾ, കുറേ മന്ത്രങ്ങൾ ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഫോക്ലോർ ആവണമെന്നില്ല. ഇവിടെ പുള്ളി ഇത് ക്ലൈമാക്സിൽ ഒരു 5 മിനിറ്റിലൊക്കെ നമ്മൾ വേറെ ലെവലിലേക്ക് നമ്മൾ പോകും. അതായത് പുള്ളി ആ ഒരു എലവേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വിമൽ ജോബ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി ഹി ഹാസ് ഡൺ ആൻ അമേസിങ് ജോബ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് ടോപ്പ് നോച്ചാണ്. മാത്രമല്ല ഈ ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാവന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ്. ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ടീമാണ്. അപ്പോൾ ഭാവന സ്റ്റുഡിയോസ് റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കാര്യമായിട്ടെന്നുള്ളത്. അത് കണ്ടതിന് ശേഷം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്തു ഒരു സംഭവം എന്നുള്ളത്. അതായത് ഈ നൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു ബ്യൂട്ടി, അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സിൽ കുറച്ച് തെയ്യത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ പറ്റുന്നുണ്ട്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് മോഡുലേഷൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതൊക്കെ വേറെ വേറെ ലെവലിലാണ്. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയിട്ട് കണ്ടു നോക്കുക. ഇതിപ്പോൾ ഇന്നലെ ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ്. എനിക്ക് ജസ്റ്റ് റെക്കമെൻഡേഷൻ വന്നതാണ്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബിഗ് കുഡോസ് ടു ഭാവന സ്റ്റുഡിയോസ് ആസ് വെൽ. കാരണം ഇങ്ങനത്തെ അപ്കമിങ് ക്രിയേറ്റേഴ്സിനെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പോൾ ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു വലിയ പേരാണ്. അപ്പോൾ അവർ ഇത് റിലീസ് ചെയ്യാൻ തയ്യാറായിരുന്നത് എല്ലാ ഷോർട്ട് ഫിലിം